വായനാദിന ക്വിസ് പാർട്ട് 5. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി 2004 ജൂൺ 19 എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്? ഉത്തരം 5 രൂപയുടെ. ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KR മീര. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപൂവ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം ഗീതാഞ്ജലി. മലയാളത്തിൽ നിന്ന് എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഉത്തരം 6 പേർക്ക്. സഞ്ചാരത്തിൻ്റെ സംഗീതം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം K. ജയകുമാർ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം നളചരിതം ആട്ടക്കഥ. ഇന്ത്യൻ ലൈബ്രറി എന്ന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഷിയാലി രാമാമൃത രംഗനാഥൻ. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത്? ഉത്തരം വായന. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം? റിയോ ഡി ജനീറോ ഇൻ ബ്രസീൽ. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി അഥവാ കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്ന്? ഉത്തരം 1977. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇതാരുടെ മഹത്തായ സന്ദേശമാണ്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. PN പണിക്കർക്ക് യുനെസ്കോ അവാർഡ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1975. നോബൽ സമ്മാനങ്ങൾ നൽകുന്ന രാജ്യം ഏത്? ഉത്തരം സ്വീഡൻ. ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ശൂരനാട് കുഞ്ഞൻ പിള്ള. ഹിഗ്വിറ്റ കൃതി എഴുതിയത് ആരാണ്? ഉത്തരം NS മാധവൻ.